വളരെ സാധാരണയായി നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് സയാറ്റിക്ക അല്ലെങ്കിൽ ഹെർണിയേറ്റഡ് ഡിസ്ക് തെറ്റുക. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഹെർണിയേറ്റഡ് ഡിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടൻറ്റ് പെയിൻ ഫിഷൻ, കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. വളരെ സാധാരണയായി ആളുകൾ ചോദിക്കുന്നൊരു സംശയമാണിത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സയാറ്റിക്ക, എങ്ങനെയാണിത് വരുന്നത്, എങ്ങനെയാണ് ഡിസ്ക് തെറ്റുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും സംശയങ്ങളാണ്. ഈ ഡിസ്ക് പൊതുവേ നമ്മൾ കുറച്ച് കുനിയുമ്പോഴേക്ക് തന്നെ തെറ്റിപ്പോകുന്ന ഒരു സാധനമാണോ, അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത് ഈ ഡിസ്ക് തെറ്റുന്നത്? ഇത്തരത്തിലുള്ള സംശയങ്ങൾ സാധാരണയായി കാണാറുണ്ട്. അപ്പോൾ ഞാനിന്ന് വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ ഡിസ്ക് തെറ്റുന്നത്, ഏത് ഓർഡറിലാണ്, എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഉത്ഭവം എവിടെ വെച്ചിട്ടാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പിക്ചറിൻ്റെ സഹായത്തോടു കൂടി തന്നെ വിശദമായിട്ടൊന്ന് കേൾക്കാം. എന്താണ് ഹെർണിയേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ സ്ലിപ്പ് ഡിസ്ക് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് സാധാരണ രീതിയിൽ നോർമലി ഡിസ്ക് എങ്ങനെയാണ് ഡിസ്ക് ഉള്ളതെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നോർമലി ഉള്ളൊരു ഡിസ്കിൻ്റെ സ്ട്രക്ചറാണിത്. അതായത് നമുക്ക് കാണാം, ഇത് ഡിസ്ക്കാണ്, ഇത് നോർമലി ഉള്ള ഡിസ്ക്കാണ്. ഡിസ്കിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് പൾപ്പോസസ് ആണ്, അതായത് ജെല്ല് പോലത്തെ മെറ്റീരിയലാണ്. അതിന് ചുറ്റും ആനുലസ് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ ടഫ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ആനുലസ് ഫൈബ്രോസിസ്. ഇതാണ് നോർമലി ഡിസ്ക്. അതിൻ്റെ പുറകിലായിട്ട് രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന രണ്ട് സൈഡിലേക്കും പോകുന്ന കാണാം, അത് നാഡികളാണ്, അത് കാലിലേക്ക് പോകുന്ന നാഡികൾ. അപ്പോൾ ഇത് നടുവിൻ്റെ ഭാഗത്തുള്ള ഡിസ്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കാലിലേക്ക് പോകുന്ന നാഡികളാണ്. അപ്പോൾ അതിൻ്റെ പുറകിലായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നട്ടലിൻ്റെ ഭാഗങ്ങൾ കാണാം. ഇത് നമ്മൾ ലാമിന എന്ന് പറയും. ലാമിന എന്ന് പറഞ്ഞാൽ നട്ടലിൻ്റെ പുറകിലുള്ള ഭാഗമാണ്. ഇവിടെ ഇതിൽ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന സ്പൈനസ് പ്രോസസ് എന്ന് പറയും. ഈ ഒരു സാധനമാണ് നമുക്ക് സാധാരണ പുറകിൽ നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ, നമ്മൾ നട്ടലിൻ്റെ പുറകിൽ നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ബോണ് ശരിക്ക് ഈ ഭാഗമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ എത്രയോ ഉള്ളിലാണ് നമ്മൾ ഡിസ്ക് കിടക്കുന്നത്. അപ്പം നമുക്ക് പുറത്ത് നിന്ന് കൈകൊണ്ട് തപ്പിയാൽ ഡിസ്ക് പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇവിടുന്ന് പുറകിൽ നിന്ന് പുറത്ത് തട്ടി വെക്കിയിട്ട് എൻ്റെ ഡിസ്ക് ഇവിടുന്ന് തള്ളി നിൽക്കുന്നുണ്ട്, കുറച്ച് തള്ളി നിൽക്കുന്നുണ്ട് പലരും പറയാറുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്ക് തെറ്റിപ്പോയ പോലെ തോന്നുന്നുള്ള പറയാറുണ്ട്. പക്ഷെ അത് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു എല്ലിൻ്റെ അറ്റം മാത്രമേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്ക് ഒരിക്കലും നമുക്ക് പുറത്തുനിന്ന് തപ്പിയാൽ മനസ്സിലാവില്ല. അത് നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ഡിസ്കിൻ്റെ പുറകിൽ രണ്ട് സൈഡിലേക്കുള്ള ഞരമ്പ് പോകുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇടത്ത് സൈഡിലും വലത്ത് സൈഡിലും രണ്ട് സ്ഥലത്തേക്കുള്ള ഞരമ്പ് പോകുന്നത് ഒരു ഡിസ്കിൻ്റെ പുറകിൽ നിന്ന് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസ്ക് തന്നെ നമുക്ക് ഇടത്തെ കാലിലും അല്ലെങ്കിൽ വലത്തെ കാലിലും വേദന ഉണ്ടാക്കാം. ചിലപ്പോൾ തുടക്കത്തിൽ ഇടത്തെ കാലിൽ വേദനയായിട്ടായിരിക്കും രോഗി വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇടത്തെ കാലിൽ വേദന വന്നപ്പോൾ ഈ ഭാഗത്ത് ഡിസ്ക് തള്ളിയപ്പോൾ ഇടത്തെ കാലിലേക്കുള്ള വേദന വന്നു. അപ്പോൾ ഇതേ ഡിസ്ക് കൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ആൾക്ക് വലത്തെ കാലിൽ വേദന വരാം. അപ്പോൾ അത് ഏത് ഭാഗത്തേക്കാണ് ഡിസ്ക് തള്ളുന്നതിനനുസരിച്ച് വേദനയ്ക്ക് വ്യത്യാസം വരും. ഉദാഹരണത്തിന് ഈ ഡിസ്ക് ഇപ്പോൾ സെൻട്രലല്ലേ, അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഡിസ്ക് ഇങ്ങനെ തള്ളി വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്കുള്ള ഞരമ്പിൻ്റെ ഭാഗത്തേക്ക് വേദന വരും. ഓക്കെ, അത് എങ്ങനെയാണ് ഡിസ്ക് തള്ളുന്നത് നമുക്കറിയേണ്ടത്. അപ്പോൾ നോർമലി ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ന്യൂക്ലിയസ് എന്ന സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ജെല്ലാണ് സാധാരണ പുറത്തോട്ട് വരിക. ഇത് വരുന്നത് തുടക്കത്തിൽ ഞാൻ മുമ്പ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഇവിടെ ഡിസ്കോജനിക് പെയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഡിസ്കിൻ്റെ തേയ്മാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ചെറിയ ടയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനുലസ് ഫൈബ്രോസിസിൽ വരുന്ന ചെറിയ ആനുലാർ ടയറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ടയറുള്ള ഇതുവഴിയാണ് സാധാരണ ഹെർണിയേറ്റഡ് ഡിസ്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ടയർ വലുതാകുമ്പോൾ അതുവഴിയാണ് ഈ ന്യൂക്ലിയസ് പൾപ്പോസസ് പുറത്ത് ചാടുന്നത്. അപ്പോൾ ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച പോലെ ഡിസ്ക് മൊത്തത്തിൽ അങ്ങ് തെറ്റിപ്പോകുന്നതല്ല. ഈ ഡിസ്ക് മൊത്തത്തിൽ ഇപ്പോൾ പുറകോട്ട് തെറ്റിപ്പോകുന്നതിനല്ല ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറയുന്നത്. ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ഈ ന്യൂക്ലിയസ് പുറത്തോട്ട് ഇറങ്ങി വരുന്നതിനാണ് ശരിക്കും ഡിസ്ക് ഹെർണിയേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ ഈ സ്ലിപ്പ് ഡിസ്ക് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഈ ഭാഗത്തേക്ക് ഇടത്തെ ഭാഗത്തേക്കുള്ള ഈ ഡിസ്ക് പുറകോട്ട് ഈ ന്യൂക്ലിയസ് പുറത്തോട്ട് വരുമ്പോൾ അതിൻ്റെ പുറകിലൂടെയാണ് കാലിലേക്കുള്ള ഞരമ്പ് പോകുന്നത്. അപ്പോൾ ഈ ഡിസ്ക് പുറകിലോട്ട് വരുമ്പോൾ ഈ ഡിസ്കിൻ്റെ ഉള്ളിൽ ഇത് ഇത്രയും നേരം ഇതിൻ്റെ ഉള്ളിൽ കിടന്ന സാധനമാണ്. അതായത് ഡിസ്കിൻ്റെ ഉള്ളിൽ ശരീരത്തിനോട് എക്സ്പോസ് ചെയ്യാതെ കിടക്കുന്ന സാധനമാണ് ഈ ന്യൂക്ലിയസ് എന്ന ഈ ജെല്ല്. അപ്പോൾ ഈ ജെല്ല് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശരീരം അതിനോട് പ്രതികരിക്കും. കാരണം ഇത് ഇതുവരെ ശരീരത്തിനോട് എക്സ്പോസ് ചെയ്യാത്ത നമ്മൾ പുറത്തുനിന്നൊരു സാധനം എടുത്തിട്ട് പോലുള്ളൊരു റിയാക്ഷൻ ശരീരത്തിലുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഡിസ്ക് ഹെർണിയേഷൻ വരുന്ന സമയത്ത് സിവിയർ പെയിന് വരുന്നത്. അതായത് ആ തുടക്കത്തിൽ നല്ല പോലെ ശക്തമായി അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വേദന വരുന്നത് ഈ ന്യൂക്ലിയസ് പൾപ്പോസിനോട് ശരീരം പ്രതികരിക്കുന്നതുകൊണ്ടുള്ള ഇൻഫ്ലമേറ്ററി റിയാക്ഷനാണ്. അതിനാണ് നമ്മൾ മലയാളത്തിൽ പലപ്പോഴും നീരിറക്കം എന്ന് പറയുന്നത്. അതിനാണ്
ഈ ഡിസ്ക് തള്ളിയ ഉടനെ ശരീരം അതിനോട് പ്രതികരിക്കുകയും ഈ ചുവന്ന നിറത്ത് കാണുന്നതൊക്കെ ഇവിടെ നീർക്കെട്ട് വരുന്നതാണ്. ആ ഞരമ്പിന് ചുറ്റും നീർക്കെട്ട് വരുന്നത്. അപ്പോൾ സിവിയർ പെയിൻ, ആ ഒരു നെർവ്, ഏത് നെർവാണോ നമുക്ക് ഏത് ഡിസ്കാണോ അല്ലെ ഏത് നെർവാണോ തള്ളിയിട്ടുള്ള ആ ഭാഗത്തേക്ക്, അത് ചിലപ്പോൾ കാലിൻ്റെ സൈഡിലൂടെ പെരുവിരലിലേക്കായിരിക്കും വരുന്നത്, ചിലപ്പോൾ കാലിൻ്റെ പുറകിലൂടെ താഴോട്ടായിരിക്കും വരുന്നത്. അത് ഏത് ഞരമ്പാണ് വരുന്നതിനനുസരിച്ച് നമുക്ക് വരുന്ന വേദന വരുന്ന സ്ഥലത്തെക്കുറിച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു നെർവിൻ്റെ ഭാഗത്തേക്ക്, ഇടത്തെ ഭാഗത്തേക്കുള്ള ഒരു നെർവിൻ്റെ ഭാഗത്തേക്കാണ് ഇത് വന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് നീർക്കെട്ട് വരും. ഈ നെർവിന് ചുറ്റും നീർക്കെട്ട് വരുമ്പോൾ പെയിന് വരും. അപ്പോൾ ഇതിന് കംപ്രഷൻ വരുമ്പോൾ ഈ ഡിസ്ക് തള്ളി അമർന്ന് നിൽക്കുന്ന സമയത്താണ് കാലിലേക്ക് തരിപ്പ് വരുന്നത്. അപ്പോൾ ഒരു 80% ആൾക്കാർക്കും ഈ ഇത് വരുന്ന സമയത്ത് പെയിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബേസിക്കലി അതൊരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ, അതായത് നീർക്കെട്ടെന്ന് പറയും നമ്മൾ. അപ്പോൾ ഈ ഡിസ്ക് പുറത്തേക്ക് എക്സ്പോസ് ആയതുകൊണ്ട് ഉണ്ടാകുന്ന ഞരമ്പിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കാരണമാണ് അവിടെ പെയിൻ ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ ഡിസ്ക് പുറകിലോട്ട് തള്ളി ഞരമ്പ് അമർന്നുകൊണ്ടുള്ള പ്രഷർ കൊണ്ടുള്ള പെയിൻ അല്ല പലപ്പോഴും സംഭവിക്കുന്നത്. അത് പ്രഷർ കൊണ്ടുള്ള അല്ലെ അമർന്നത് കൊണ്ടുള്ളതാണ് പെയിൻ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തരിപ്പുണ്ടാവും. ആ ഭാഗം തരിച്ചിരിക്കും, അല്ലെ ആ ഒരു ഞരമ്പിൻ്റെ ഭാഗത്തേക്ക് തരിപ്പുണ്ടാവും. അതാണ് നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുക. ഇതേ സംഭവം ഇതിപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വന്നതിന് പകരം ഇത് വരുന്നത് സെൻട്രലിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2 സൈഡിലേക്കുള്ള ഞരമ്പിലേക്ക് പെയിൻ വരാം. നടുവിൻ്റെ ഭാഗത്തും അതുപോലെ 2 കാലിലേക്കും പെയിൻ വരാം. അല്ലെങ്കിൽ ഈ മൊത്തത്തിൽ ഈ ഡിസ്ക് മൊത്തത്തിൽ 2 സൈഡിലും കവർ ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ മൊത്തത്തിൽ ഇത്രയും ഭാഗത്ത് പ്രശ്നം വരികയാണെങ്കിൽ അത് 2 കാലിലേക്കും പെയിൻ വരാം. അപ്പോൾ ആദ്യം നമുക്കൊരു ഇടത്ത് സൈഡിലേക്കാണ് വേദന വന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇതേ ആളുകൾക്ക് ഈ ഡിസ്ക് വലത് സൈഡിലേക്ക് തള്ളാം. അപ്പോൾ അത് വലത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് പെയിൻ വരും. ചിലപ്പോൾ നമ്മൾ ഈ ഇടത്ത ഭാഗത്തുള്ള ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പെയിനൊക്കെ മാറി കുറച്ച് കാലം കഴിഞ്ഞിട്ട് അയാൾക്ക് പെയിൻ വരുന്ന വലത്തെ സൈഡിലായിരിക്കും. അപ്പോൾ അത് വേറെ ഡിസ്ക് തള്ളുന്നുണ്ടായിരിക്കില്ല, ഇതേ ഡിസ്ക് തന്നെ ചിലപ്പോൾ വലത്തെ സൈഡിലേക്ക് ആയിക്കഴിഞ്ഞാൽ അതേ ഡിസ്ക് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലത്തെ കാലിൽ പെയിൻ വരാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഇത് പെയിൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഡിസ്കോജനിക് പെയിനിൽ നമുക്ക് നടുവിനാണ് വേദന ഉണ്ടാക്കുന്നത്, അത് കാലിലേക്ക് പെയിൻ ഉണ്ടാവില്ല. പക്ഷേ ഈ ലെവലിൽ നിന്ന് അത് പൊട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ ഡിസ്ക് ഈ ടയറിലൂടെ ഇത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടുവിൻ്റെ വേദന മാറി, പലപ്പോഴും നടുവിന് വേദന ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇത്രയും കാലം എനിക്ക് ഒരു 2-3 വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു വെയിറ്റ് എടുത്ത് നോക്കിയപ്പോൾ നടുവിൻ്റെ വേദനയൊക്കെ പോയി, അതിന് പകരം എൻ്റെ കാലിലേക്ക് പെയിൻ വന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ നടുവിൻ്റെ MRI എടുക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ നടുവേദന മാറിയല്ലോ, പിന്നെ എന്തിനാ നടുവിൻ്റെ MRI, ഇത് കാലിൻ്റെ പ്രശ്നമാണെന്ന് പറയും. അപ്പോൾ ബേസിക്കലി സംഭവിക്കുന്നത് ഈ ഡിസ്ക് പൊട്ടുകയാണ്. ഡിസ്ക് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ആനലസ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഡിസ്ക് പുറത്തേക്ക് വരുന്ന സമയത്ത് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറഞ്ഞു. അത്രയും കാലം ഒരു ഡിസ്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിക്കിടന്ന സാധനം പുറത്തേക്ക് ചാടുകയാണ്. ആ പുറത്തേക്ക് ചാടിക്കഴിയുമ്പോൾ ഡിസ്കിൻ്റെ പ്രഷർ കുറയുമ്പോൾ ഡിസ്കിൻ്റെ വേദന കുറഞ്ഞു, നടുവിൻ്റെ വേദന കുറഞ്ഞു. പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞ സാധനം ഇവിടെ നെർവിൻ്റെ മുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാലിലേക്ക് പോകുന്ന നാഡികളുടെ ഭാഗത്തേക്കാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. വേറൊരു സാധാരണയുള്ള ഒരു തെറ്റിദ്ധാരണ ഇവിടെ എന്താണെന്ന് വെച്ചാൽ രക്തോട്ടം നിന്നിട്ടാണ് വേദന തരിപ്പും വരുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇവിടെ ഈ പുറകോട്ട് തള്ളി അമരുന്നത് നാഡികളാണ്. ഈ മഞ്ഞ നിറത്ത് കാണുന്നത് രക്തക്കൊയലുകളല്ല, അത് നാഡികളാണ്. ആ കാലിലേക്ക് തൊട്ടാൽ അറിയുന്ന നാഡികളാണ് ഈ പറയുന്ന ഞരമ്പ്. മലയാളത്തിൽ ഇത് രണ്ടിനും ഞരമ്പ് എന്നാ പറയുക. രക്തക്കൊയലാണെങ്കിലും അതുപോലെ തന്നെ നാഡികളാണെങ്കിലും നമ്മൾ രണ്ടിനും പറയുക മലയാളത്തിൽ ഞരമ്പ് എന്നാണ്. അപ്പോൾ ബേസിക്കലി ഞരമ്പിന് പ്രശ്നം എന്ന് പറയുന്നത് അവിടെ രക്തോട്ടം കുറയുന്നില്ല, ഇത് തൊട്ടാൽ അറിയുന്ന നാഡികൾക്ക് നീർക്കെട്ടുണ്ടാകുന്നത് കാരണം നമുക്ക് ആ ഭാഗത്തേക്ക് വേദന അനുഭവപ്പെടും. അതുപോലെ തന്നെ അത് അമർന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് തരിപ്പ് അനുഭവപ്പെടും. അങ്ങനത്തെ ഇതാണ് ഈ ഹെർണിയേറ്റഡ് ഡിസ്കിൽ സംഭവിക്കുന്നത്. അപ്പോൾ അത് ഏത് ലെവലിൽ സംഭവിക്കും എന്നുള്ളതനുസരിച്ച് വേദനയുടെ സ്ഥലത്തിന് വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വലതുവശത്താണോ ഇടതുവശത്താണോ ഒന്ന്, അതുപോലെ തന്നെ കാലിൻ്റെ മുന്നിലാണോ അല്ലെ കാലിൻ്റെ സൈഡിലാണോ പുറകിലാണോ എന്നുള്ളതിനനുസരിച്ച് നമ്മളുടെ ഏത് ലെവലിൽ ഡിസ്ക്, അത് L4 L5 ആവാം, L5 S1 അങ്ങനെ ഓരോ ലെവലിന് ഓരോ പേരുണ്ട്. അപ്പോൾ ഏത് ഭാഗത്തുള്ള ഡിസ്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു അസുഖം ഇതിനെയാണ് ഹെർണിയേറ്റഡ് ഡിസ്ക് പറയുന്നത്. ഇതിനാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. സയാറ്റിക്ക എന്ന് പറഞ്ഞാൽ നടുവിന്ന് കാലിലേക്ക് വരുന്ന വേദനയ്ക്കാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഹെർണിയേറ്റഡ് ഡിസ്ക് ആകുമ്പോഴാണ് ശരിക്കും ഡിസ്ക് സയാറ്റിക്ക ആയി മാറുന്നത്. അത് ഹെർണിയേറ്റഡ് ഡിസ്ക് ആകുമ്പോഴാണ്. അത് തേയ്മാനമുള്ള സമയത്ത് അത് ഡിസ്കോജനിക് പെയിൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പുറകോട്ട് തള്ളിക്കഴിഞ്ഞ് ഞരമ്പിന് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിന് സയാറ്റിക്ക എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ഒരേ സാധനത്തിനാണ്. സയാറ്റിക്ക എന്ന് പറയുന്നത് ഹെർണിയേറ്റഡ് ഡിസ്ക്, സ്ലിപ്പ് ഡിസ്ക്, ഡിസ്ക് തെറ്റിപ്പോയി, ഡിസ്ക് മാറിപ്പോയി എന്നൊക്കെ പല രീതിയിൽ പല പേരിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ബേസിക്കലി സിമ്പിളായിട്ട് സംഭവിക്കുന്ന ഇതാണ്. അപ്പോൾ ഇത്തരത്തിൽ വന്നൊരു സാധനം നമ്മൾ വിചാരിച്ച പോലെ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലിൻ്റെ ഇടയിൽ, ഇപ്പോൾ എല്ലിൻ്റെ ഇടയിൽ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഫിക്സ് ആയിട്ട് ഇരിക്കുന്ന സാധനമാണ്. നമ്മൾ പുറകെ ഇതിൻ്റെ പുറകിലാണ് സ്കിന്ന് വരുന്നത്, ഇവിടെയാണ് സ്കിന്ന് വരുന്നത് നമുക്ക്. അപ്പോൾ നമ്മൾ പുറകുന്ന് പാൽപ്പേറ്റ് ചെയ്യുന്നത് ഈ ബോണാണ്.
ഡിസ്ക് വളരെ ഉള്ളിലാണ്. നമ്മൾ പുറകിൽ നിന്നും തട്ടിയത് കൊണ്ട് ഡിസ്ക് ഇവിടെ തെറ്റിപ്പോവുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എല്ലിൻ്റെ ഇടയിലാണ് ഉള്ളത്. പക്ഷേ നമ്മൾ കുനിഞ്ഞിട്ട് വെയിറ്റ് എടുത്ത് പൊക്കുമ്പോൾ എന്താ സംഭവിക്കുക, മുന്നോട്ട് കുനിഞ്ഞിട്ട് വെയിറ്റ് എടുത്ത് പൊക്കുമ്പോൾ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടും. അപ്പോൾ നോർമലി ഉള്ളൊരു ഡിസ്ക് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ആൻലാർ ടയറുള്ള ഡിസ്ക് ആകുമ്പോൾ വെയിറ്റ് എടുത്ത് പൊക്കുമ്പോൾ ഇത് സംഭവിക്കും. ഇവിടെ ആൻലാർ ടയർ കൂടി അത് പുറകോട്ട് വരും, ഈ ഡിസ്ക് പുറകോട്ട് വരും. ഇത് പുറകോട്ട് വരുന്ന സമയത്താണ് ഈ നെർവിന് കംപ്രഷൻ വരുന്നത്, അവിടത്തേക്കാണ് നമുക്ക് വേദന വരുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഹെർണിയേറ്റഡ് ഡിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെർണിയേറ്റഡ് ഡിസ്ക് വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ സ്ലിപ്പ് ഡിസ്ക് തെറ്റി എന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുക. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്ക് തേയ്മാനത്തെക്കുറിച്ച് പറഞ്ഞു. ഡിസ്ക് തേയ്മാനം എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് പെയിൻ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ആ തേയ്മാനത്തിൽ നിന്നും അത് എങ്ങനെയാണ് ഹെർണിയേറ്റഡ് ഡിസ്കായി മാറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹെർണിയേറ്റഡ് ഡിസ്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദമായി കണ്ടു. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.